മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അർദ്ധസൈനിക വിഭാഗത്തെ ഉൾപ്പെടെ വിന്യസിച്ചു. ITOയിലും റൌസ് അവന്യൂ കോടതിക്ക് മുന്നിലും കനത്ത സുരക്ഷ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? വേണു, EDയുടെ കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്ന് രാവിലെ ഈ ITOയുടെ മെട്രോ ഗേറ്റ് നമ്പർ 2 ഇടത്ത് ആം ആദ്മിയുടെ പ്രവർത്തകർ എത്തുകയും അവിടെ വന്ന യാത്രക്കാർക്ക് ഈ ചെറിയ ലഘുലേഖകൾ, അതായത് ഈ കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് EDക്കെതിരായ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പോസ്റ്ററുകൾ യാത്രക്കാർക്ക് നൽകുകയുണ്ടായി. ഇതിനെതിരെയാണ് പോലീസ് അല്പം മുൻപ് ഇവിടെ എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിലവിൽ ഇവിടെ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബാരിക്കേഡുകളടക്കം ഇവിടെ നിരത്തിയിട്ടുണ്ട്. അതായത് പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ റൌസ് അവന്യൂ കോടതിക്ക് മുൻപിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് 2 മണിക്കാണ് കേജ്രിവാളിനെ ഹാജരാക്കുന്നത്. മാത്രമല്ല, ഇന്ന് കേജ്രിവാളിനെതിരായ പൊതു താൽപര്യ ഹർജി കൂടി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേജ്രിവാളിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണഘടനാ സംവിധാനം തകരുന്ന സ്ഥിതിയാണ് ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അദ്ദേഹത്തെ മാറ്റണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ, പ്രവർത്തകരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേജ്രിവാളിന്റെ അറസ്റ്റിനെ കൃത്യമായി അതൊരു പ്രചരണമാക്കി കൂടി ആം ആദ്മി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഇന്നൊരു നിശബ്ദ പ്രചാരണത്തിലേക്ക് കൂടി കടന്നത്. അതായത് ഈ പോസ്റ്ററുകളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രചരണം ആം ആദ്മി സംഘടിപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്നാണ് ആം ആദ്മി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് കനത്ത പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറുവശത്ത് ആം ആദ്മി ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രചരണങ്ങളിൽ കൂടി സജീവമാകുകയാണ്. വേണു, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.